കാരണം ഇതിനെയൊക്കെ നമ്മൾ തള്ളിക്കളയേണ്ടതാണ്. അത് ഹിന്ദു മതത്തെക്കുറിച്ച് മറ്റൊരു പേപ്പട്ടി എൻ്റെ മുമ്പിലിരുന്ന് പറഞ്ഞാൽ അവൻ്റെ ചെവിക്ക് ഞാനൊന്ന് കൊടുക്കും. അതാണ് എൻ്റെ സ്വഭാവം. വിദ്യാസാഗർ ഗുരുമൂർത്തി, മതേതര കേരളത്തിൽ ഇസ്ലാമിക് ജിമ്മിന്റെ ആവശ്യമുണ്ടോ? അത്ര ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല. നോക്കൂ, ഞാൻ പറയുന്നത് ഈ ഇസ്ലാം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് വളരെയധികം കാലമായിട്ട് മറ്റ് മതങ്ങളിലുള്ള, അതായത് ഹിന്ദു മതത്തിലുള്ള ആളുകളെ മതം മാറ്റാൻ വേണ്ടി ആസൂത്രിതമായ അനവധി പദ്ധതികൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്ര കടിപ്പിച്ച് പറയണ്ട. എടോ മൂപ്പിലെ നട്ടെല്ലു വരെ നരച്ചു കഴിഞ്ഞില്ലേ? ഈ പുഴുത്ത് നാറിയോ വാറോരല്ലാണ്ട് തനിക്ക് വേറൊന്നും കിട്ടിയില്ലേ? അതിലൊന്ന് മാത്രമാണ് ഇപ്പോൾ കാണുന്ന ഇസ്ലാമിക് ജിം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് സത്യം പറഞ്ഞാൽ ഇവർക്ക് എതിരെ പ്രവർത്തിക്കുന്നതിന് കൂടുതൽ മതേതരന്മാർക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കാം, മതമില്ല, പിന്നെ ദൈവമില്ല, ജീവനില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താടാ നിന്റെ ഉദ്ദേശം? നമ്മളെ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന വളരെ ചെറിയൊരു കാര്യം ഹിന്ദുക്കൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഹിന്ദുക്കൾ ഈ പറഞ്ഞ പോലെ ബജരംഗ് ദളിന്റെ ഒക്കെ ശാഖകളിൽ സജീവമാവേണ്ടതാണ് എന്നതിന്റെ ഒരു നിദർശകമാണിത്. ഞാൻ പറയുമ്പോൾ അത് കുറച്ച് കടന്ന കൈയായിട്ട് ചിലർക്ക് തോന്നാം. പോളിയെ പോലൊരു ബുദ്ധിമാനായ വിദ്യാർത്ഥിയെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ ചാരിതാർത്ഥ്യം അനുഭവിക്കുന്നു. ഇത് ഒരു തോന്നിവാസമാണ് എന്ന് പറയുന്നത് ആരാണ്? സത്യത്തിൽ ഒരു താലിബാൻ ഭരണകൂടം ഇല്ലാതെ തന്നെ ഓരോ മുസ്ലിം കുടുംബവും അല്ലെങ്കിൽ ഓരോ മുസ്ലിം ചുറ്റുപാടും ഒരു താലിബാനിസത്തിന് അടിയിലേക്ക് വരുന്നു. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു എന്ന് വരുന്നോടത്താണ് ഞാനൊക്കെ പണ്ടേ പറയാറുള്ളത്, ഇവിടുത്തെ ഓരോ മുസ്ലിം വീടും ഒരു താലിബാൻ പോലെ തന്നെയാണെന്ന് പറയേണ്ടി വരുന്നത്. കാരണം തട്ടം വിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ വീട്ടിൽ തല്ലി കൊല്ലാൻ വരെ ഒരുങ്ങുന്നത് താലിബാൻ അല്ല, അത് അവിടുത്തെ സ്വന്തം വാപ്പയാണ്. നിന്റെ കൊള്ളരുതാത്ത ഏക അവയവം അല്ലെങ്കിൽ ആ മതം ഉപേക്ഷിച്ചു എന്നതിന്റെ പേരിൽ അവരെ വീട്ടിൽ നിന്ന് അകറ്റുന്നു, കുട്ടികളെ കാണുന്നതിൽ നിന്ന് അകറ്റുന്നു. ഇതൊക്കെ ചെയ്യുന്നത് താലിബാനല്ല, സ്വന്തം വീട്ടിലെ ആളുകൾ, ഭാര്യയും ഭാര്യ വീട്ടുകാരൊക്കെ തന്നെയാണ്. പിന്നെ ഒരാൾ ഉപദേശിക്കാൻ പോകുമ്പോ താനാളായോ എന്ന് ആലോചിക്കണം, എന്നിട്ട് ഉപദേശിക്കാൻ വരണം. അപ്പൊ ഇതൊക്കെ താലിബാൻ ചെയ്യുമ്പോൾ പ്രശ്നം, സ്വന്തം വീട്ടിൽ ചെയ്യുമ്പോൾ അത് ഇസ്ലാമിക നിയമം നടപ്പിലാക്കുക എന്നും പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഇവിടുത്തെ മാധ്യമങ്ങൾക്കില്ലേ? എന്റെ മകൻ എങ്ങനെ ജീവിക്കണം അവനറിയാം, അവൻ ആരുടെ ഉപദേശമൊന്നും വേണ്ട. ഇതെല്ലാ മതവും കണക്കാണെന്ന് പറഞ്ഞിട്ട് ഇതില് വിധി എഴുതാൻ വരുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ മതവും കണക്കല്ല. ചില മതങ്ങൾ പേപ്പട്ടി മതം തന്നെയാണ്, അതുതന്നെയാണ് ഇസ്ലാമിന്റെ കുഴപ്പം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ തന്നെ ഞാൻ വിളിക്കുന്നത് പേപ്പട്ടി മതം എന്ന്. ഓക്കെ. ശ്രീ ജലീല്, കേരളം മതേതരമാണല്ലോ അല്ലെ? മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്തെ ഒരു പ്രത്യേക സംസ്ഥാനമാണല്ലോ കേരളം. കഥ മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള മതേതര കേരളത്തിൽ ഒരു മതത്തിൻ്റെതായിട്ടുള്ള ഇസ്ലാമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ജിമ്മിന്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? അത് അനവസരത്തിലുള്ളതാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അത് അനവസരത്തിലുള്ളതാണ്. താങ്ക് യു മാഡം, ഒന്നും വിചാരിക്കരുത്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. താങ്കൾ അവസാന ഭാഗത്ത് എന്നോട് പറഞ്ഞത് ജലീൽ പുനലൂർ സാഗൂതം കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അതെ, ഞാൻ സാഗൂതം കേൾക്കുന്നതോടൊപ്പം ഞാൻ നോക്കിക്കാണുന്നുണ്ട്, താങ്കളടക്കം വളരെ ആവേശത്തോടു കൂടി ചിലത് ഉൾക്കൊള്ളുന്നുണ്ട്. എന്തിന്? അല്ല എന്തിനെന്ന്? അതുകൊണ്ട് തന്നെ പറയട്ടെ, എതിരായിട്ട് പാനലിൽ ഇരിക്കുന്നവർ ഏകസ്വരക്കാരും ആൾബലം കൂടുതലുമാണ്. നിങ്ങൾക്കെതിരായിട്ട് ഒറ്റപ്പെട്ട ഒരു ശബ്ദം വരുന്നത് ഞാൻ മാത്രമാണ്. തടസ്സപ്പെടുത്തരുത്. എൻ്റെ ഭാഗം ചെറുതെങ്കിലും 5% കേൾക്കാനുള്ള വിശാല മനസ്സ് ഉണ്ടാകണം. അല്ല, എങ്ങനെ മെരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ലോകത്ത് 130 കോടി ജനവിഭാഗങ്ങൾ ഉണ്ട് ഇസ്ലാം മതം. ആ ഒരു മതത്തെ പേപ്പട്ടി മതമെന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഒരു പേപ്പട്ടിക്ക് മാത്രമേ അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തെ ആക്ഷേപിക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യം വളരെ വേദനയോടെ ഞാൻ പറയട്ടെ. അത് വളരെ നന്നായി. ഞാൻ ഇന്നാൾ പറയണമെന്ന് വിചാരിച്ചതാ. കാരണം ഇതിനെയൊക്കെ നമ്മൾ തള്ളിക്കളയേണ്ടതാണ്. അത് ഹിന്ദു മതത്തെക്കുറിച്ച് മറ്റൊരു പേപ്പട്ടി എൻ്റെ മുമ്പിലിരുന്ന് പറഞ്ഞാൽ അവൻ്റെ ചെവിക്ക് ഞാനൊന്ന് കൊടുക്കും. അതാണ് എൻ്റെ സ്വഭാവം. അത്രയ്ക്ക് അറപ്പാണ് നിന്നെ, വെറുപ്പാണ്. പുഴുത്ത പട്ടിയെ കാണുന്നതൊക്കെ നിന്നെ കാണുന്നത്. എല്ലാ മതവിശ്വാസികളും അങ്ങനെ. ഇവിടെ ആ വിഷയത്തിൽ അതേ പറയുന്നുള്ളൂ. പാലക്കാട് പുതുനഗരത്തിൽ ഏതോ ഒരുവൻ, നമുക്ക് അയാളെ അറിയില്ല, അയാളൊരു ജിം തുടങ്ങി. അതിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കൈമനത്തുള്ള ജനം TV സ്റ്റുഡിയോയിൽ ഏത് മുത്തു ആയാലും നേരം വെളുക്കുമ്പോൾ ഇങ്ങനെ കുറേ എണ്ണം ഇറങ്ങിക്കോളും ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കാൻ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്കത് മനസ്സിലാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ വളരെ വിശാല ഹൃദയത്തോടു കൂടി ഞാൻ പറയുന്നു, ഇസ്ലാമിക ശരീഅത്തിൽ അങ്ങനെ
ഒരു ജിം ജിഹാദ് ഇല്ല. ഉറപ്പിക്കാമല്ലോ, പിന്നെ ഉറപ്പിക്കാം. ഇത് കുറേ കാലമായിട്ട് ഇവിടെ പറയുന്നു തീറ്റ ജിഹാദ്, ഹലാൽ ജിഹാദ്, വിദ്യാഭ്യാസ ജിഹാദ്, ഇങ്ങനെ കേട്ടു തഴമ്പച്ചതിന്റെ ആവർത്തനം മാത്രമാണ്. ഇസ്ലാമിൽ ജിം തന്നെ ഇല്ല. ഇസ്ലാമിന്റെ ജിം എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ 3:30 മണിക്ക് എണീറ്റ് പ്രഭാത നമസ്കാരം നടത്തിയിട്ട് ഹിന്ദു മതത്തെ പോലെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് പോലെ പറഞ്ഞപ്പോ തന്നെ രോമൊക്കെ എണീറ്റ് സല്യൂട്ട് ചെയ്യണോ. സമസ്ത ലോകവും സമസ്ത മനുഷ്യരും ഒന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങണം. പള്ളിയിൽ പോകണം, ആ പോകുന്നത് നടന്നു പോകണം. അതാണ് ഒരു വിശ്വാസിയുടെ ജിം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. തിരിച്ചും നടന്നു വരണം. എന്നിട്ട് പ്രഭാതത്തിൽ ഒരു കട്ടൻ ചായയും കുടിച്ചിട്ട് പാടത്ത് പോയി പണിയെടുക്കണം. അല്ല, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വരേണ്യ വർഗം തിന്ന് കൊഴുത്ത് മേധിച്ചു നടന്നതിനു ശേഷം ആരോഗ്യം സംരക്ഷിക്കാൻ പോകുന്ന ഈ ജിമ്മ് അത് ശരിയത്തല്ല, അത് ഇസ്ലാമിസമല്ല, അത് ഹിന്ദുസമല്ല, അത് മനുഷ്യപരമല്ല. അത്രേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി നമ്പ്യാർജിയോട് പറയുകയാണ്, അനിൽ നമ്പ്യാർക്ക് ഇസ്ലാമിങ്ങളെയോ മുസ്ലിങ്ങളെയോ പഠിക്കാൻ കണ്ണൂരിൽ താങ്കളുടെ ചുറ്റുവട്ടത്തിലുള്ള മുസ്ലിങ്ങളിലേക്ക് നോങ്ങിയാൽ മതി. നിരാകരിക്കാം, സ്വീകരിക്കാം. എൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ഹിന്ദു സഹോദരങ്ങൾ 1-ാം ക്ലാസ് മുതൽ എനിക്കിരുന്ന് പഠിച്ചവർ, ഇന്ന് ഈ 57 വയസ്സുള്ള എന്നെ നോക്കിക്കണ്ടവർക്കറിയാം ഞാൻ എങ്ങനെയുള്ള മുസ്ലിമാണെന്ന്. പിന്നെ ആരെങ്കിലും വന്നിരുന്നു കൊണ്ട് സ്വാർത്ഥ താല്പര്യത്തിനായി നാളെ BJPയുടെ അക്കൗണ്ടിൽ ഗവർണറാകാനും അല്ലെങ്കിൽ രാജ്യസഭാ MP ആകാനും ചില പ്രത്യേക പേരുകളും വെച്ചുകൊണ്ട് വന്നിരുന്നു കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും ഉൾക്കൊള്ളുന്നവരല്ല മലയാളികൾ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ ചാനലിൽ വന്നിരുന്നുകൊണ്ട് വിലപിക്കേണ്ടി വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഭിന്നത വളർത്തുന്ന ശക്തികളെ ജനൻ TV അടക്കമുള്ള സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കരുതെന്ന് വളരെ വേദനയോടുകൂടി ഞാൻ പറയുന്നു. പറഞ്ഞതാ. ഇന്നലെയാണ് ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ. നോക്കൂ, അതിൻ്റെ താഴെ വന്ന കമൻറ്റ് ചെയ്ത മുസ്ലിം നാമധാരികൾ, മുസ്ലിങ്ങളാണോ എന്ന് എനിക്കറിയില്ല, മുസ്ലിം നാമധാരികളാണ്. കുറച്ചോണ്ട് വരുന്ന പട്ടിയെ കണ്ട ഓടരുത്, അത് ഓടിച്ചിട്ട് കടിക്കും. എല്ലാവരും, അതായത് കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ തെറി വിളിച്ചിരിക്കുകയാണ്. ഇപ്പം എന്നെ വിളിച്ചോട്ടെ, കുഴപ്പമില്ല. എൻ്റെ മരിച്ചുപോയ അച്ഛനെയും അതുപോലെ രോഗശയ്യയിൽ കിടക്കുന്ന അമ്മയെയും എൻ്റെ ഭാര്യയൊക്കെയാണ് തെറി വിളിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ അത്രയും മണ്ടന്മാരാണോ? ഏതോ ഒരുത്ത പറഞ്ഞാൽ അതിനെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിച്ച ഒരാളെ തികച്ചും മ്ലേച്ഛമായിട്ടുള്ള ഭാഷയിൽ അധിക്ഷേപിക്കുന്നത് ഒക്കെ ഈ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ തന്നെയല്ലേ? അപ്പോൾ അവർക്കൊന്നും ബുദ്ധിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? താങ്കൾ ഇതുവരെ പറഞ്ഞു വെച്ചതിൽ നിന്ന് അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? നല്ല വേദന ഉണ്ട്. വളരെ മോശമായിപ്പോയി. തീർച്ചയായിട്ടും താങ്കളെ എന്നുള്ള തരത്തിൽ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇസ്ലാമിസ്റ്റുകളല്ല, അവർക്ക് ഇസ്ലാമുമായി ബന്ധമില്ല. പേര് കൊണ്ട് പലരും ഇപ്പോൾ ഇസ്ലാമിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. അവരൊന്നും ഇസ്ലാമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. ആ സമൂഹത്തിൽ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള പലതും തോന്നിയാസങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അതിലൊരു പക്ഷേ പിതാവിനെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് വേദനാജനകമാണെന്ന് ഞാൻ പറയുന്നുണ്ട്. പിതാവും മാതാവും എന്താണെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഇസ്ലാമിക ശരീഅത്ത്. മാതാവ് ആരാണെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നതാണ്. മൺമറഞ്ഞു പോയ ഒരു പിതാവിനെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അവന് ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധമാ? രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. താങ്കളുടെ ആശയം വേറെയാണ്, എൻ്റെ വേറെയാ. ഞാൻ താങ്കളെ ആക്ഷേപിക്കുക, മൺമറഞ്ഞവരെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ നിന്ദ്യമായ പ്രവൃത്തിയാണ്. ഇതിപ്പോ നമ്മൾ ശരിക്കും പെട്ടു. അവരൊരു ഡെഡ് ലൈൻ തന്നിരിക്കുക. പക്ഷേ സമാനമായിട്ടാണ് ഇവിടെ ഒരാളെ നിങ്ങൾ കൊണ്ടിരുത്തിയിട്ട് മൺമറഞ്ഞു പോയ പ്രവാചകനെ, ഇസ്ലാമിക ആളുകളെ ഒക്കെ മതത്തെയും പേപ്പട്ടി എന്നും തെമ്മാടി എന്നും അസഭ്യം ചൊരിയുമ്പോൾ താങ്കളും പറയണം അത് തോന്നിയാസമാണെന്ന്. ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഇസ്ലാം മതം പേപ്പട്ടി മതമല്ല. അങ്ങനെ നരേന്ദ്രമോദിക്ക് അഭിപ്രായമുണ്ടോ? ആ പേപ്പട്ടി മതത്തിന്റെ ബലിപെരുന്നാളായിരുന്നു ഈ കഴിഞ്ഞ ദിവസം. ഇദ്ദേഹത്തിന്റെ ഭാഷ ശരിയാണെങ്കിൽ രാജ്യത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. എന്നാടാ ഇവനെ പറഞ്ഞൊക്കെ നേരാണോ? നേരാണോ? നേര് തന്നെയാ. എന്തേ
പേപ്പട്ടി മതത്തിൽപ്പെട്ടവർക്ക് പ്രധാനമന്ത്രി അങ്ങനെയുണ്ടെങ്കിൽ അഭിവാദ്യങ്ങളും ആശംസകളും നേരാമോ? ഇത് ശരിയാവില്ല അപ്പൊ ഇത്തരം ഛിദ്രശക്തികളെ, ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഒത്തുകൂടുന്നവരെ നിങ്ങൾ നിലയ്ക്ക് നിർത്തിയേ മതിയാകൂ. ഇല്ലെങ്കിലേ സിപിയുടെ പിപി ഞാൻ ഊരിയെടുക്കും. ഈ പറഞ്ഞത് ന്യായം. ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി.